കാലമായി ക്ലാസ് എടുത്തിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് തെർമൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ കുറേ ആയിട്ടുണ്ടാവും. അതിൽ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നു. തെർമോഗ്രാവിമെട്രിക് നമുക്ക് ഓർമ്മ ഉണ്ടാവും. Thermogravimetric analysis usually abbreviated as TG. അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് എന്താണ്? ഒരു സാമ്പിൾ ചൂടാക്കുന്നു, അതിന് മാസ് കണ്ടൻസ് റെക്കോർഡ് ചെയ്യുന്നു, മാസ്ലോസ് കർവ് വരക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് തെർമോഗ്രാം. ആൻഡ് വി ഹാവ് സീൻ ഹൗ ദി തെർമോഗ്രാം ഷേപ്പ്, വാട്ട് ഇസ് ദി ഷേപ്പ് ഓഫ് തെർമോഗ്രാം, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദി ഷേപ്പ് ഓഫ് ദി തെർമോഗ്രാം. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തിപ്പെട്ടത് എവിടെയായിരുന്നു? ആപ്ലിക്കേഷൻസ് ഓഫ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ നിർത്തിയത്. കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് കഴിഞ്ഞത് കുറച്ചായിട്ടുണ്ടാവും. തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് റീകളക്ട് ചെയ്യുക. തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് എന്താ ചെയ്യുന്നത്? ഒരു സാമ്പിള് ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ലീനിയർ റേറ്റിൽ ചൂടാക്കുമ്പോൾ അതിന്റെ മാസിൽ വരുന്ന വ്യത്യാസങ്ങൾ, ദ മാസ് ഈസ് പ്ലോട്ടഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഓർ ടെമ്പറേച്ചർ. And this graph is known as the thermogram. And thermogram will consist of a series of horizontal portions and a series of slanting portions or curved portions. And these curved portions indicate a mass loss, and the horizontal portions indicate a thermally stable intermediate compound. നമുക്ക് കാൽസ്യം ഓക്സൈഡ് ചൂടാക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് വരുന്ന ഇതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. എന്തൊക്കെയാണ് ഈ തെർമോഗ്രാവിമെട്രിക് അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയപ്പോഴാണ് നിർത്തിയ കഴിഞ്ഞ ക്ലാസ്സിൽ. Okay, and we can see that there are a lot of applications for thermogravimetric analysis, and in many such applications we make use of more than one method of thermal analysis. കാരണം ഇത് മാത്രം വെച്ചിട്ടല്ല നമ്മൾ പഠിക്കാൻ പോകുന്ന വേറെ രണ്ട് മെത്തേഡ് നമ്മൾ പഠിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് അനുബന്ധമായിട്ട് we can say രണ്ട് പുതിയ മെത്തേഡ് പഠിക്കാനുണ്ട്. ഒന്ന് സൂചിപ്പിച്ച ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസും ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രിയും. അപ്പൊ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള പലപ്പോഴും ഒരു സാമ്പിൾ സ്റ്റഡി ചെയ്യുന്നത്. ഇത് മാത്രമായിട്ടല്ല, ചിലപ്പോൾ ഇതും അതിൻ്റെ കൂടെ DTA-യും DSC ഒക്കെ ചേർത്തിട്ടായിരിക്കും. എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഒന്ന്, you can see that this can be applied for what is called a automatic thermogravimetric analysis എന്ന് പറയും. Automatic thermogravimetric analysis. You know, in our conventional gravimetric analysis, നമ്മൾ ഡിഗ്രി ക്ലാസ് പഠിച്ച ഓർമ്മ ഉണ്ടാവും. പഠിച്ചെല്ലാം ചെയ്തത് ഓർമ്മ ഉണ്ടാവും. ഗ്രാവിമെട്രിക് അനാലിസിസ് ഭയങ്കര ഡയറക്ഷൻ പ്രോസസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു സാമ്പിൾ എസ്റ്റിമേറ്റ് മാസ് ഓഫ് ബേരിയം ആൻഡ് ഗിവൺ സൊല്യൂഷൻ എന്ന ബേരിയത്തിന്റെ സാമ്പിൾ എടുത്ത് അത് എന്ത് ചെയ്ത് സൊല്യൂഷൻ തന്ന് മേക്കപ്പ് ചെയ്ത് അത് പിപ്പറ്റ് ചെയ്ത് അതിലേക്ക് എന്തെങ്കിലും ചേർത്ത് ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കി അതിന് ഫിൽട്ടർ പേപ്പറിൽ മണലിൽ വെച്ച് ഫിൽട്ടർ ചെയ്ത് വാഷ് ചെയ്ത് പല പ്രാവശ്യം ഓർമ്മ ഉണ്ടാവും. വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എന്നിട്ട് അതിനെ കൊണ്ടുപോയി ഓവനിൽ വെച്ച് എന്നിട്ട് ഉണക്കിയെടുത്ത് പിന്നെ എന്താണ് ക്രൂസിബിളിലിട്ട് ചൂടാക്കി പേപ്പർ ഇൻസിനറേറ്റ് ചെയ്ത് ഡ്രൈ ആക്കി അതിന്റെ വെയിറ്റ് കണ്ട് ടയർസം പ്രോസസ് ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 2 or 3 hours. വളരെ ബുദ്ധിമുട്ട് എക്സാമിനർ ചെയ്ത് ഓർമ്മ ഉണ്ടാകുന്നത്. അതിനാൽ and if you can see that this method is a very simple automatic thermogravimetric analysis which can be applied in many cases where the conventional thermogravimetric analysis is done. ആ കേസ് പല സ്ഥലത്തും നമുക്ക് അതിന് പകരം ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഓട്ടോമാറ്റിക് തെർമോഗ്രാവിമെട്രി which takes only 10 to 15 minutes. പല കേസിലും ചില കേസിലെങ്കിലും അരമണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് ഓട്ടോമാറ്റിക് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. എന്താ ഇത് ചെയ്യുന്നത്? You can see that a sample, a solution. നമ്മൾ സാധാരണ സൊല്യൂഷൻ എടുത്ത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്തൊക്കെ എടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് വാഷിംഗ് പരിപാടി ഒന്നും അതിലില്ല. You can see a small sample is taken and the analyte എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Yes, estimate ചെയ്യുന്ന ഏത് സാധനം analyte is precipitated by adding a suitable precipitating agent. Okay, and even without washing or nothing we can take it as a precipitate is transferred into a small crucible. Thermogravimetric analysis crucible എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈനാമിക് ചെറിയ ക്രൂസിബിൾ ആയിരിക്കും. ഇവിടെ എടുക്കുന്ന സാമ്പിൾ വളരെ കുറച്ച് 5-10 ml എടുത്ത് അതിലേക്ക് വേണ്ട സാധനം ഒഴിച്ച് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് അല്ല അതിലേക്ക് വേണ്ട പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ഒഴിച്ച് അതിലുള്ള അനലൈറ്റ് നമ്മൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റുക. വളരെ കുറച്ച് പ്രസിപ്പിറ്റേറ്റ് മാത്രം വരുന്ന വിധത്തിലുള്ള സൊല്യൂഷൻ എടുക്കാൻ പാടുള്ളൂ. ബിക്കോസ് വി കനോട്ട് ഹാൻഡിൽ ബൾക്കി പ്രസിപ്പിറ്റേറ്റ്സ്.
in thermogravity analysis. You can carry out only experiment with small quantities. അപ്പോൾ കുറച്ച് മതി, അതൊരു അഡ്വാൻറ്റേജ് ആണ്. കുറച്ച് സൊല്യൂഷൻ എടുത്ത് അതിലുള്ള സൺലൈറ്റിനെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആക്കി മാറ്റി നേരെ ഒരു ക്രൂസിബിളിലേക്ക് ഇട്ടിട്ട് അതിന് തെർമോഗ്രാം റെക്കോർഡ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് വെറ്റ് സാമ്പിൾ. അപ്പോൾ വെറ്റ് സാമ്പിൾ ആകുമ്പോൾ സാമ്പിളുകളിൽ തെർമോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നമ്മൾ മുമ്പേ കണ്ട് വെറ്റ് സാമ്പിൾ ആകുമ്പോൾ ഇതാ ചൂടാക്കാൻ തുടങ്ങുമ്പോഴേ വെയിറ്റ് കുറഞ്ഞ് വരും. വെയിറ്റ് വിൽ ബി ഗോയിങ് ഓൺ ഡിക്രീസിങ്. ആൻഡ് ഓഫ് കോഴ്സ് at a sufficiently high temperature around 100 or 120 degree, you can see that the mass remains constant, indicating the whole of the moisture or water content is removed. പിന്നെ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഒരു കറക്റ്റ് ആയ തെർമോഗ്രാം ആയിരിക്കും. ഇങ്ങനത്തെ തെർമോഗ്രാം ആയിരിക്കും. നമുക്കറിയാം എന്താ സാമ്പിൾ ഉള്ളത്. ഫോർ എക്സാമ്പിൾ കാൽസ്യം ആണെങ്കിൽ നമ്മൾ കാൽസ്യം ഓക്സലേറ്റ് സപ്പോസ് വി ആർ ഡീലിംഗ് വിത്ത് കാൽസ്യം സൊല്യൂഷൻ, വി ആർ ഗോയിങ് ടു എസ്റ്റിമേറ്റ് കാൽസ്യം. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റിന്റെ തെർമോഗ്രാഫിന്റെ ഷേപ്പ് നമുക്കറിയാം. കാൽസ്യം ഓക്സലേറ്റ് ഡീകമ്പോസിഷന്റെ പാറ്റേൺ നമുക്കറിയാം. അറിയാം. എങ്ങനെയാണ്? CaC2O4 H2O first dissociate into CaC2O4, then into CaCO3, then into CaO. Of course that is the last. CO കഴിഞ്ഞാൽ പിന്നെ ഡീകമ്പോസിഷൻ ഒന്നുമില്ല. നോർമൽ ടെമ്പറേച്ചർ 1000 ഡിഗ്രി വരെ എത്തുമ്പോഴേക്ക് മാക്സിമം ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു കാൽസ്യം ഓക്സൈഡ് വിച്ച് ഈസ് തെർമലി ഹൈലി സ്റ്റേബിൾ. അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് ഇത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് നിൽക്കുക? ഏത് ടെമ്പറേച്ചറിലാണ് ഇത് CaC2O4 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക? ഏത് ടെമ്പറേച്ചറിനത് CaO ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്ര ടെമ്പറേച്ചർ വരെ അത് CaC2O4 ആയിരിക്കും. അത് കുറച്ചൊരു ഹൈ ടെമ്പറേച്ചറിൽ CaCO, അത് കഴിഞ്ഞ് കുറേ ഹൈ ടെമ്പറേച്ചറിൽ CaO ആയിരിക്കും. ഇതിന് ഓരോന്നിനും കറക്റ്റ് ആയിട്ട് ഇവിടെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. CaC2O4 H2O, CaC2O4, CaCO3 ആൻഡ് CaO. അപ്പൊ നമുക്ക് എന്താ ഇതിൽ കിട്ടുക? ബാക്കി ലെമ്പിലിട്ട് നമുക്ക് ഡീകമ്പോസിന്റെ പാറ്റേൺ പറയും. അപ്പൊ ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ ഇതെന്തായിരിക്കും? ഇത് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ആയിരിക്കും. അതിനുള്ള നമ്മൾ കാൽസ്യം സൊല്യൂഷൻ എടുത്തതെന്ന് വിചാരിക്കുക, നമ്മൾ അതിലേക്ക് എന്താ പ്രസിപ്പിറ്റേഷൻ ആഡ് ചെയ്യുക? അമോണിയം ഓക്സലേറ്റ് ആണ്. അതൊക്കെ നേരത്തെ ഡീകമ്പോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. നേരത്തെ പോലെ നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് റിമൂവ്ഡ് ബൈ ഡീകമ്പോസിഷൻ. അല്ലെങ്കിൽ തന്നെ വേറൊരു സാധനം അതിലുണ്ടെങ്കിൽ അതിന്റെ ഡീകമ്പോസിഷന്റെ പാറ്റേൺ അല്ലെങ്കിൽ പൈറോളിസിന്റെ പാറ്റേൺ വേറെ ആയിരിക്കും. ഈ ടെമ്പറേച്ചർ റേഞ്ചിൽ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ അത് കാൽസ്യം ഓക്സലേറ്റ് അനഹൈഡ്രസ് ആയിരിക്കും. കുറച്ചുകൂടി ലോവർ ടെമ്പറേച്ചറിൽ അത് വീണ്ടും അത് കാൽസ്യം കാർബണേറ്റ് ആവും, പിന്നെ അത് കാൽസ്യം ഓക്സൈഡ് ആവും. മനസ്സിലായില്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ മാസ് നമുക്ക് കിട്ടിയാൽ, കാൽസ്യം കാർബണേറ്റിന്റെ മാസ് കിട്ടിയാൽ നമുക്ക് മൊത്തം എത്ര കാൽസ്യം ഉണ്ടെന്ന് കാണാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡിന്റെ മാസ് ലാസ്റ്റ് കിട്ടിയ റെസിഡ്യൂ എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതിൽ നമുക്ക് കാൽസ്യത്തിന്റെ വെയിറ്റ് കാണാൻ പറ്റും. മൾട്ടിപ്പിൾ ചെക്കിംഗ് ഈസ് പോസിബിൾ പറയുന്നത് മനസ്സിലുണ്ടെങ്കിൽ. അപ്പൊ ആ പൈറോളിസിസ് പാറ്റേൺ കാൽസ്യം ഓക്സലേറ്റ് നമുക്ക് അറിയാമെങ്കിൽ, of course that is known, you can see that you can estimate calcium by this simple method. നമ്മൾ ഗ്രാമെട്രിക് ചെയ്യണമെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം, ഫിൽറ്റർ ചെയ്യണം, വാഷ് ചെയ്യണം, ഡ്രൈ ചെയ്യണം, ഇൻസിനറേറ്റ് ചെയ്യണം, അവസാനം ബാലൻസ് കൊണ്ടായി വെയിറ്റ് എടുക്കണം. ഇതൊന്നും വേണ്ട. ഇത് നേരിട്ട് ഒരു ചെറിയ സാമ്പിൾ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് പ്രസിപ്പിറ്റേറ്റ് എങ്ങനെ ചേർക്കുക, പ്രസിപ്പിറ്റേറ്റ് പോകുമ്പോൾ പ്രസിപ്പിറ്റേറ്റിന്റെ മെല്ലെ എങ്ങനെയെങ്കിലും വാട്ടറോട് കൂടി തന്നെ നമുക്ക് കുഴപ്പമില്ല. അതൊന്നും ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്ത് കളഞ്ഞിട്ട് ആ റെസിഡ്യൂ എടുത്ത് അതിലേക്ക് കൊടുക്കുക, അതിന്റെ തെർമോഗ്രാം റെക്കോർഡ് ചെയ്യാം. And at yes, you can see a series of horizontal portions are obtained corresponding to that analyte. അവിടെ അനലൈറ്റ് ആണ് കാൽസ്യമാണ്, പക്ഷെ കാൽസ്യം ഓക്സലേറ്റ്. അപ്പൊ കാൽസ്യം ഓക്സലേറ്റ് ബിഹേവ് ചെയ്യുന്ന വിധത്തിൽ എവിടേക്കാണോ അത് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ആയിരിക്കും, എവിടേക്കാണോ അത് കാൽസ്യം ഓക്സൈഡ് ആയിരിക്കുന്നത്, എവിടേക്കാണോ അത് കാൽസ്യം കാർബണേറ്റ് ആയിരിക്കുന്നത് നമുക്കറിയാം. ആ ടെമ്പറേച്ചർ റേഞ്ചിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത്ര കാൽസ്യം ഓക്സൈഡ് ഉണ്ട് അല്ലെ ഇത്ര കാൽസ്യം ഓക്സലേറ്റ് ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൽ നമുക്ക് ആ കാൽസ്യത്തിന്റെ മാസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. So it is book പറഞ്ഞിരിക്കുന്നത് it takes only 10 to 12 minutes എന്നാണ്. എന്നാൽ കൂടുതൽ കുറച്ച് കുറവാണെങ്കിലും നമുക്ക് അരമണിക്കൂർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാൻ പറ്റും. ഓട്ടോമാറ്റിക് തെർമോഗ്രാമെട്രിക് അനാലിസിസ് which can be substituted for the conventional method of gravimetric analysis, which is a very time consuming process. അത്രയും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ കഴിയും. ഒരു ആപ്ലിക്കേഷൻ അതാണ് ഓട്ടോമാറ്റിക് തെർമോഗ്രാമെട്രിക് അനാലിസിസ്. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ രണ്ടാമത്തത്, ഒരുപാട് ആപ്ലിക്കേഷൻസ് രണ്ടാമത്തത് ടു ചെക്ക് ദി പ്യൂരിറ്റി of substances. ഒരു സബ്സ്റ്റൻസിന്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇഫ് യു കൺസിഡർ എ പ്രൈമറി സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഇൻ വോളമെട്രിക് അനാലിസിസ്, നമ്മൾ ഉപയോഗിക്കുന്ന മോർ സോൾട്ടോ സോഡിയം കാർബണേറ്റോ ഇതൊക്കെ നമ്മുടെ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ. പിന്നെന്താണ് മറ്റേ പൊട്ടാസ്യം ഡൈക്രോമേറ്റോ പ്രൈമറി സ്റ്റാൻഡേർഡാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പ്യൂർ ആണോ, അതിൽ വേറെ മോയ്സ്ചർ ഉണ്ടോ, വേറെ ഇമ്പ്യൂരിറ്റി ഉണ്ടോ, അത് ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സാമ്പിളിന്റെ അതിൽ കുറച്ചെടുത്തിട്ട് അതിന്റെ തെർമോഗ്രാം റെക്കോർഡ് ചെയ്താൽ മതി.
തെർമോഗ്രാം റെക്കോർഡ് ചെയ്താൽ നമുക്കറിയാം ഒരു സാമ്പിളിന് കൃത്യമായിട്ട് ഒരു വെൽ ഡിഫൈൻഡ് തെർമോഗ്രാം കിട്ടിയിരിക്കണം. ഇത്ര ഡിഗ്രി സെൽഷ്യസിനിടയ്ക്ക് ഇത്ര പെർസെന്റ് മാസ് ലോസ് അതിന് വരണം. നമുക്ക് എന്റെ പോളിഗ്രാഫ് ഫോമിൽ അറിയാം. അതെങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്ന ഡീകമ്പോസിന്റെ പാറ്റേൺ, അതിനൊരു പൈറോളിസിസ് പാറ്റേൺ നമുക്ക് അറിയാമെങ്കിൽ അത് ആ ടെമ്പറേച്ചർ റേഞ്ചുകളിൽ കൃത്യമായിട്ട് എത്ര മാസ് ലോസ് അതിനുണ്ടാവും. ഫസ്റ്റ് റേഞ്ചിൽ ഒരു 20%, രണ്ടാമത്തിൽ ഒരു 18%, മൂന്നാമത്തിൽ ഒരു 25%, പിന്നെ ഇല്ല എന്നൊക്കെ നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ അറിയും. അത് നമുക്ക് ലിറ്ററേച്ചർ നമുക്ക് ഇഷ്ടം പോലെ കിട്ടി, യാതൊരു പ്രയാസമില്ല. ഓരോ സബ്സ്റ്റൻസിന്റെയും പൈറോളിസിസ് പാറ്റേൺ. അപ്പോൾ അതിന്റെ കൂടെ വേറെ വല്ല സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ the other substance will have a different pyrolysis pattern. മനസ്സിലായില്ലേ? അപ്പൊ ഈ പറഞ്ഞ റേഞ്ചിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഒരു മാസ് ലോസ് അതിന് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു മാസ് ലോസ് കണ്ടെത്താൻ ഉടനെ മനസ്സിലാക്കാൻ മോയ്സ്ചർ എന്നുള്ളത് മനസ്സിലായില്ലേ? ഒരു സബ്സ്റ്റൻസിന്റെ തെർമോഗ്രാം റെക്കോർഡ് ചെയ്ത് സ്റ്റാർട്ടിങ് 30 ഡിഗ്രി നമ്മൾ 30-30 ഡിഗ്രി തുടങ്ങുമ്പോൾ തന്നെ പതുക്കെ മാസ് കുറഞ്ഞു വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിൽ എന്തുണ്ട്, മോയ്സ്ചർ ഉണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ മറ്റു പല കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഈ പറയാത്ത ഏതെങ്കിലും ടെമ്പറേച്ചർ റേഞ്ചിൽ ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് പാറ്റേൺ. അതിന് വേറെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടിയാല് ഈ സാധനത്തിന് നമ്മൾ ഇതിലേക്ക് നടത്തി കാണിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആണ്. ഇതെന്താണ്, ഇത് പുതിയ സാമ്പിൾ ഞങ്ങൾ ഇവിടെ എന്തോ ഒരു മാസ് ലോസ് കാണുന്നുണ്ട്, കുറയുന്നുണ്ട്. അത് കുറയാൻ പാടില്ല, അത് പ്യുവർ ആണെങ്കിൽ. അതിന്റെ അർത്ഥം എന്താണ്, അതില് നമ്മുടെ പ്യുവർ സബ്സ്റ്റൻസിന് പുറമെ വേറെ എന്തോ ഇങ്ങനെ ഇത്രയൊന്നും കുറയില്ല കേട്ടോ. വെറുതെ കാണിച്ചാൽ ചെറിയൊരു കുറവൊക്കെ കാണും. കാരണം ഇമ്പ്യൂരിറ്റി കുറച്ചേ ഉണ്ടാവും. ആ കുറച്ച് ഇമ്പ്യൂരിറ്റി കൊണ്ട് ചില പ്രത്യേക റേഞ്ചിൽ ഒരു മാസ് ലോസ് കണ്ടാൽ മനസ്സിലായില്ലേ, ഉടനെ മനസ്സിലാക്കാം നമുക്ക് എന്താണ് ദാറ്റ് ഈസ് having an impurity associated with it. ഇനിയിപ്പോൾ എവിടെയും ഒരു മാസ് ലോസ് ഇല്ല, കൃത്യമായിട്ട് ഇങ്ങനെ കിട്ടിയാൽ തന്നെ നമുക്കറിയാം ഓരോ റേഞ്ചിലും വരുന്ന പെർസെന്റേജ് മാസ് ലോസ് കറക്റ്റ് ആയിരിക്കും അല്ലേ. CaCO2O4 H2O is converted to CaC2O4. അപ്പൊ ഇത്ര പെർസെന്റ് കുറയണം. CaC2O4 is converted into CaCO3. അവിടെ ഇത്ര പെർസെന്റ്. ഇവിടെ കുറയേണ്ടത് 10% ആണ്, 15% ആണ്. ഇവിടെ കുറയേണ്ടത് 20 ആണ്. ഇവിടെ കുറയേണ്ടത് 32 ആണെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ 18 ആണെന്ന് വെച്ചോ. 15, 20, 18 വെച്ചോ. ഇവിടെ 15 തന്നെ കുറഞ്ഞ്, ഇവിടെ 18 തന്നെ കുറഞ്ഞ്, ഇവിടെ കുറയുന്നത് 20-25 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉടനെ എന്താ അർത്ഥം, അവിടെ ഡീകമ്പോസ് ചെയ്യുന്നത് ഈ കോമ്പൗണ്ട് മാത്രമല്ല വേറെ എന്തോ ഒന്നും കൂടിയുണ്ട്. ആ ടെമ്പറേച്ചറിലായിപ്പോ അങ്ങനെ പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കിയാല് ഓരോ റേഞ്ചിലും വരുന്ന പെർസെന്റേജ് മാസ് ലോസ് നോക്കി കഴിഞ്ഞാല് അത് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതല്ലെങ്കിൽ ഉടനെ മനസ്സിലാവും അവിടെ എന്തോ തകരാറുണ്ട്. ചുരുക്കി പറഞ്ഞാല് അതിന്റെ തെർമോഗ്രാം റെക്കോർഡ് ചെയ്ത് നമുക്ക് എളുപ്പത്തിന് മനസ്സിലാവും അത് പ്യുവർ ആണോ ഇംപ്യൂർ ആണോ എന്നത്. A pure sample will give its characteristic thermogram. Any impurity present will have some effect on the shape of the thermogram that can easily be ascertained from the thermogram. Purity of samples. മനസ്സിലായല്ലോ, അതായത് അത് വേറൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ തെർമോഗ്രാമെട്രിക് അനാലിസിസ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ആദ്യകാലത്ത് ഉപയോഗിച്ച വേറൊരു ആപ്ലിക്കേഷൻ ആണ് ടു അസർടൈൻ ദ കറക്റ്റ് ഡ്രൈയിങ് ടെമ്പറേച്ചേഴ്സ് ഓഫ് ഗ്രാവിമെട്രിക് precipitate. ഗ്രാവിമെട്രിക് നമ്മൾ precipitate ഡ്രൈ ചെയ്യുന്ന ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ അസർടൈൻ ചെയ്യുന്നത് തെർമോഗ്രാം നോക്കിക്കൊണ്ടാണ്. പറയുന്നത് മനസ്സിലാണെങ്കിൽ നമുക്ക് ഗ്രാവിമെട്രിക് അനാലിസിസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നമ്മൾ ക്രൂസിബിൾ ചെയ്ത് സിൻഡേഡ് ക്രൂസിബിൾ ചെയ്യുന്ന വേറെ ഗ്രാവിമെട്രി സിൻഡേഡ് ക്രൂസിബിൾ നിങ്ങൾ റെക്കോർഡൊക്കെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. സിൻഡേഡ് ക്രൂസിബിൾ നമ്മൾ ഇൻസിനറേറ്റ് ഒന്നും ചെയ്യില്ല. ആ precipitate നേരെ ഒരു സിൻഡേഡ് ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഒരു ക്രൂസിബിളാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ സമയമില്ല ഇപ്പോൾ ക്ലാസ്. ഈ ടൈപ്പ് ഒരു ക്രൂസിബിളാണ്. ഇവിടെ ഇത് എന്താണ് പെർഫോറേറ്റഡ് ആണ്, ചെറിയ ദ്വാരം കാണാനുണ്ടാവും, അത്രയും ചെറിയ ദ്വാരം, നമ്മുടെ ഫിൽട്ടർ പേപ്പർ പോലെ ദ്വാരങ്ങളുള്ള ഒരു ക്രൂസിബിൾ തന്നെയാണ്. അപ്പൊ ഇതിന് സക്ഷൻ പമ്പ് ഫിൽട്ടർ ചെയ്യുക. സക്ഷൻ പമ്പിൽ വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് precipitate നേരെ ഇതിലേക്ക് വരും. പേപ്പറൊന്നും ഉണ്ടാവില്ല. അതെടുത്ത് നേരെ ഓവനിൽ കൊണ്ട് വാഷ് ചെയ്യുക. precipitate ഫിൽട്ടർ ചെയ്യുക, വാഷ് ചെയ്യുക. അതിനുശേഷം എടുത്ത് ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്യുക ഈ precipitate. നമ്മൾ ഓർഗാനിക് precipitating agents ഒക്കെ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് നിക്കൽ ഈസ് precipitated as നിക്കൽ ഡൈമീഥൈൽ ഗ്ലൈക്കോസൈമേറ്റ് ഇൻ ഗ്രാവിമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ക്രൂസിബിൾ ചൂടാക്കാൻ പറ്റും. ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, അതൊക്കെ കത്തിപ്പോകും. അങ്ങനത്തെ കേസിലൊക്കെ
തെർമലി നമ്മൾ ഇൻസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അത് സിലിക്കൺ ക്രൂസിബിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, ഫിൽട്ടർ പേപ്പർ കത്തിച്ച് കളയണം. ഒന്ന് ഹൈ ടെമ്പറേച്ചർ ചൂടാക്കേണ്ടി വരും. ആ ഹീറ്റിംഗ് പോസിബിൾ അല്ലാത്ത, ആ ഹീറ്റിംഗ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് പോകുന്ന പല പ്രസിപ്പിറ്റേറ്റുകളുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ ടൈപ്പ് സിൻഡേർഡ് ഗ്ലാസ് ക്രൂസിബിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എടുത്തിട്ട് ഈ പ്രസിപ്പിറ്റേറ്റ് എടുത്ത് നേരെ ഒരു ഓവനിൽ വെച്ചിട്ട് ചൂടാക്കണം. 120 ഡിഗ്രി, 110 ഡിഗ്രി, 150 ഡിഗ്രി. അത് ഏത് ടെമ്പറേച്ചർ ചൂടാക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ തെർമോഗ്രാം നോക്കിക്കൊണ്ടാണ്. ഈ ടെമ്പറേച്ചറിലാണ് അത് കോൺസ്റ്റന്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ നമുക്ക് ഹീറ്റ് ചെയ്യാം. ഈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ കോൺസ്റ്റന്റ് അല്ല, ഈ ടെമ്പറേച്ചർ അപ്പുറത്തേക്ക് പോയാൽ വീണ്ടും അടുത്ത ഡീകമ്പോഷൻ വേറെ നടക്കും. അപ്പൊ എന്താണ്, ഒരു പ്രത്യേക ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ ആ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റൂ. ആ ടെമ്പറേച്ചർ റേഞ്ച് അസർട്ടൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ബൈ ലുക്കിംഗ് ഇൻ ടു ദി തെർമോഗ്രാം. ഈവൻ സിലിക്കൺ ക്രൂസിബിൾ ചെയ്യുമ്പോൾ നമുക്ക് ചില കേസിൽ വല്ലാണ്ട് ചൂടാക്കി ഡീകമ്പോസ് ചെയ്തു പോകും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കാൽസ്യത്തിന്റെ ഗ്രാവിമെട്രിക് എസ്റ്റിമേഷനിലെ ക്രൂസിബിൾ നമ്മൾ സ്ട്രോങ് ആയി ചൂടാക്കിയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട കാൽസ്യം കാർബണേറ്റ് ആയിട്ട് നമ്മൾ സാറിന് ചെയ്യാം. ഇൻ ഗ്രാവിമെട്രിക് അനാലിസിസ് വി ഹീറ്റ് ടു കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് ആയി പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്ത് കാൽസ്യം CaC2O4 ഹീറ്റഡ് ടു CaCO3. CaCO3 നമ്മൾ വെയിറ്റ് എടുക്കുന്നതാണ്. പക്ഷെ ഇതിനെ കുറച്ചുകൂടി കൂടുതൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് കാൽഷ്യം ഓക്സൈഡ് ആയി പോകും. അപ്പൊ അത്രയും ചൂടാക്കാൻ പാടില്ല. അപ്പൊ എന്താണ്, നമ്മുടെ ബുൾസൺ ബർണറിന്റെ ഫ്ലെയിം ഒരു പ്രത്യേകത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചൂടാക്കാൻ. നന്നായിട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹീറ്റ് അപ് ടു ഹൈ ടെമ്പറേച്ചർ എത്തി വെച്ച് വിൽ ഡീകമ്പോസ് അഗെയിൻ. ഇതിപ്പം കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിൽ ഇത് കാൽഷ്യം ഓക്സൈഡ് ആയി പോകും. അപ്പൊ നമ്മൾ കുറച്ച് കൂടുതൽ ചൂടാക്കിയാൽ ഒരു ഭാഗമെങ്കിലും കാൽഷ്യം ഓക്സൈഡ് ആയി പോകും. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആവും. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഈ ടെമ്പറേച്ചറിനേക്കാളും അനുഭവമായിട്ട് അങ്ങോട്ട് ചൂടാക്കുക എന്നുള്ളത്. പക്ഷെ അത് ഹൈ ടെമ്പറേച്ചറാണ്, അതിലേക്ക് എത്താനും പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ മാത്രമേ പൂർണ്ണമായും കാൽസ്യം കാർബണേറ്റ് ആയിട്ട് നിൽക്കൂ. എന്നാൽ മാത്രമേ നമ്മൾ അതിന്റെ വെയിറ്റ് എടുത്തിട്ട് കണക്കൂട്ടിയാലേ അതിന്റെ കാൽസ്യത്തിന്റെ അമൗണ്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശം ഗ്രാവിമെട്രി. അപ്പൊ അത് ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കാൻ പാടുള്ളൂ. ആ ടെമ്പറേച്ചറിൽ അതിന് സ്റ്റോയിഷിയോമെട്രി ഉണ്ടായിരിക്കും. ആ ടെമ്പറേച്ചറിന് താഴെ അതിന് സ്റ്റോയിഷിയോമെട്രി ഉണ്ടാവണമെന്നില്ല. നേരെ ചിലപ്പോൾ വേറെ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തു പോകും. അപ്പൊ കൃത്യമായിട്ട് ഈ ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഒരു ഗ്രാവിമെട്രിക് precipitate ചൂടാക്കേണ്ടത്. In order to get correct results, you have to heat the gravimetric precipitate to a particular temperature. ഒരു ടെമ്പറേച്ചർ അല്ല, ഒരു റേഞ്ച്. അതിന്റെ അധികം കൂടാനും പാടില്ല, അധികം കുറയാനും പാടില്ല. ആ റേഞ്ച് ചൂടാക്കണമെങ്കിൽ ആ റേഞ്ച് ചൂടാക്കിയാൽ മാത്രമേ നമുക്ക് അത് പറഞ്ഞ സ്റ്റോയിഷിയോമെട്രി നമുക്ക് കിട്ടുകയുള്ളൂ. പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? So to ascertain the correct drying temperatures of gravimetric precipitates, you can take the help of the thermogram of the pure sample thermogram record ചെയ്തതിന്റെ ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് നമ്മുടെ അത് ഒരു സ്റ്റോയിഷിയോമെട്രിക് കോമ്പൗണ്ട് ആയിട്ട് നിൽക്കുന്നത്, ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് ഒരിക്കലും അതിന് ഒരു ഡീകമ്പോഷൻ വരാൻ സാധ്യതയില്ലാത്തത്, ആ ടെമ്പറേച്ചറിലേക്ക് വേണം അതിന് ചൂടാക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ഒക്കെ ശരിയാവുകയുള്ളൂ, കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് വേറൊരു ആപ്ലിക്കേഷൻ ആണ് അതിൻ്റെ തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്. പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിന്റെ വിശ്വാസം തെർമോ ഗ്രാവിമെട്രിക് അനാലിസിസ്. അപ്പൊ മൂന്ന് നമ്മൾ പറഞ്ഞു. ഒന്നെന്താ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷൻ എന്തായിരുന്നു? ടു ചെക്ക് ദി പ്യൂരിറ്റി ഓഫ് എ സബ്സ്റ്റൻസസ് അല്ലേ? പിന്നെ അത് വേറെ പറഞ്ഞതല്ലേ അന്നേരട്ടെ. രണ്ടാമത് പറഞ്ഞത് ascertain the correct drying temperatures of a, ആദ്യം പറഞ്ഞത് ഓട്ടോമാറ്റിക് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ്. രണ്ടാമത് പറഞ്ഞത് to ascertain to check the purity of substances, especially the standard substances used in quantitative analysis ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഒക്കെ. അതിന് മാത്രമല്ല എന്തിന്റെ പ്യൂരിറ്റി നമുക്ക് അസെർട്ടൈൻ ചെയ്യാൻ പറ്റും, ഏത് സബ്സ്റ്റൻസിന്റെ പ്യൂരിറ്റി അസെർട്ടൈൻ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഓരോ സബ്സ്റ്റൻസിനും അതിന്റെ കറക്റ്റ് തെർമോഗ്രാം ഉണ്ടാവും, കറക്റ്റ് പൈറോളിസിസ് പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ കൂടെ വേറെ സബ്സ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ്. കാൽഷ്യം ഓക്സൈഡിന്റെ കേസ് പോലെ കാൽഷ്യം ഓക്സൈഡ് മോണോഹൈഡ്രേറ്റിന് മൂന്ന് സ്റ്റേജസ് ഉള്ളൂ. ഫസ്റ്റ് ലോസ് ഓഫ് വാട്ടർ, സെക്കൻഡ് ലോസ് ഓഫ് കാർബൺ മോണോക്സൈഡ്, തേർഡ് ലോസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ പറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ചിലല്ലാതെ എന്തെങ്കിലും ഒരു മാസ് ലോസ് ഉണ്ടാവുകയോ ആ പറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ചിൽ തന്നെ ചിലപ്പോഴേ നോൺ പ്രൊപ്പോർഷണൽ ആയിട്ട്, അതായത് ഇത്ര പെർസെന്റ് കുറയണത്, ആ പ്രൊപ്പോർഷൻ അല്ലാതെ കുറയുകയോ ചെയ്താൽ ഉടനെ മനസ്സിലാക്കേണ്ടതിൽ വേറൊരു ഇമ്പ്യൂരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. മൂന്നാമത്താണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പം പറഞ്ഞ ടു ചെക്ക് ദി കറക്റ്റ് ടു അസർട്ടൈൻ ദി കറക്റ്റ് ഡ്രൈയിങ് ടെമ്പറേച്ചർ ഓഫ് ഗ്രാവിമെട്രിക് precipitate. ശരി, ഇനിയുണ്ട്. another example is to look for the presence of a particular impurity in a compound. ഒരു കോമ്പൗണ്ട് വേറെ കോമ്പൗണ്ട് കൂടി കടന്നുകൂടി എന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, if you have a
sample of a magnesium oxalate which is contaminated with say magnesium oxide. നമുക്കറിയാം ഇതിൽ മെഗ്നീഷ്യം ഓക്സലേറ്റ് ആണ് നമ്മുടെ വേണ്ട സാധനം. അതിൻ്റെ കൂടി കുറച്ച് മെഗ്നീഷ്യം ഓക്സൈഡ് വന്നിട്ടുണ്ട്. എങ്ങനെയോ കുറച്ച് ചൂടാക്കിയാൽ ഒക്കെ വരും. മെഗ്നീഷ്യം ഓക്സലേറ്റ് ഓൺ ഹീറ്റിംഗ് ഇസ് കൺവേർട്ടഡ് മെഗ്നീഷ്യം ഓക്സൈഡ്. Somehow we have a mixture of magnesium oxalate and a magnesium oxide, and we have to ascertain the relative proportion of these two. വേറൊന്നും അതിലില്ല, പ്യുവറാണ്. മെഗ്നീഷ്യം ഓക്സലേറ്റും മെഗ്നീഷ്യം ഓക്സൈഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ തെർമോഗ്രാഫ് റെക്കോർഡ് ചെയ്യാം. എനിക്ക് നോ മെഗ്നീഷ്യം ഓക്സലേറ്റ് will decompose to ഇങ്ങനെ ഡീകമ്പോസ് ഒറ്റ റേഞ്ചിലാണ് ഡീകമ്പോസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ഓക്സലേറ്റ് ആണെങ്കിൽ ആദ്യം കാർബൺ ഓക്സൈഡ് പോയി പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നതിന് പകരം മെഗ്നീഷ്യം ഓക്സലേറ്റ് വിൽ അത് നമുക്ക് മാത്രമല്ല ഞാൻ മനസ്സിലാക്കാൻ പറയാണ്. ഡീകമ്പോസ് സഡൻലി ടു മെഗ്നീഷ്യം ഓക്സൈഡ് ഡെഫിനിഷൻ ഓഫ് കാർബൺ ഓക്സൈഡിന്റെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ മോളാർ മാസ് അറിയാം. ഇതിന്റെ മോളാർ മാസ് എം ആണ്. കണക്കൂട്ടിയുടെ മെഗ്നീഷ്യത്തിന്റെ ഇത്ര 2 കാർബൺ 4 ഓക്സൈഡ് കൂട്ടിണ്ടാകും. തീരെ പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ മോളാർ മാസ് m dash ആണ് വിചാരിച്ചത്. So that you can see that m milligrams of the sample will lose m minus m dash milligram of a carbon monoxide and carbon dioxide, or it will suffer a mass loss of this one, and this is the molar mass of a magnesium oxide. അപ്പോൾ ഇത്ര ഗ്രാം magnesium oxide ഡീകമ്പോസ് പ്രത്യേക ടെമ്പറേച്ചർ ഡീകമ്പോസ് ചെയ്താൽ ഇത്ര ഗ്രാം എന്ത് കിട്ടും നമുക്കറിയാം? മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുമെന്ന് നമുക്കറിയാം. ഇത് മതി. ഇതാണ് ആ ടെമ്പറേച്ചർ ചേഞ്ച്. ഇവിടെ എന്താണ്? ദിസ് ഈസ് ദ ലോസ് ഓഫ് CO plus CO2 ഫ്രം മെഗ്നീഷ്യം ഓക്സലേറ്റ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാല് ഇത്ര ഗ്രാം ഇവിടെ m ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇവിടെ m ഡാഷ് വേണം. ബാക്കി CO plus CO2 ആയിട്ട് അത് ഗേഷ്യസ് കോമ്പൗണ്ട് ഇവോൾവ് ചെയ്തു. അതുകൊണ്ടാണ് മാസ് ലോസ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മുടെ സാമ്പിൾ നമ്മൾ 10 മില്ലിഗ്രാമോ അല്ലെങ്കിൽ 15 മില്ലിഗ്രാമോ എടുക്കുക. അതിന്റെ തെർമോഗ്രാം റെക്കോർഡ് ചെയ്യാം. അത് പ്യുവർ മെഗ്നീഷ്യം ഓക്സലേറ്റ് ആണെങ്കിൽ 10ൽ നിന്ന് എത്ര കുറയുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ 10 എത്രയായി മാറും നമുക്ക് അറിയാൻ പറ്റും. സപ്പോസ് ആണ് 10 മാറുന്നത് 7.5 ആയിട്ടാണ്. ഓക്കെ. പക്ഷെ നമ്മളിവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? 10 7.9 ആയിട്ട് മാത്രമേ മാറുന്നുള്ളൂ. ഇവിടെ വരേണ്ടിയിരുന്ന 2.5 മില്ലിഗ്രാമിന്റെ ഡോസിന് പകരം ഇവിടെ 2.1 മില്ലിഗ്രാമിന്റെ ഡോസേ ഉള്ളൂ. പറയുന്നത് മനസ്സിലാകില്ല. യഥാർത്ഥത്തിൽ 10 മില്ലിഗ്രാം എടുത്ത് തുടങ്ങിയാല് അത് പ്യുവർ മെഗ്നീഷ്യം ഓക്സലേറ്റ് ആണെങ്കിൽ അത് എത്രയായി മാറണം? 7.5 മില്ലിഗ്രാം ആയി മാറേണ്ടതായിരുന്നു. ഇതെല്ലാം സപ്പോസ് ആണ്, കറക്റ്റായ കണക്കൊന്നുമല്ല. തിയറി ശരിയാണ്. അപ്പൊ എത്ര കുറയണം? 10ൽ നിന്ന് 2.5 കുറയണം. 25% കുറയണം. ഇവിടെ കുറയുന്നത് എത്രയാണ്? 21% കുറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഈ 2.1 ഗ്രാം എന്താണ് കിട്ടേണ്ടത്? മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നത് 2.5 കിട്ടുന്ന സ്ഥാനത്ത് 7.5 കിട്ടുന്ന സ്ഥാനത്ത് 7.9 കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ കംപ്ലീറ്റ് മെഗ്നീഷ്യം ഓക്സൈഡ് അല്ല. എന്താണ് നമുക്കറിയാം? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. അതിനെ ഡീകമ്പോസ് ചെയ്യില്ല. കാരണം എന്താണ്? അത് മെഗ്നീഷ്യം ഓക്സൈഡായി മാറുന്നത്. നേരത്തെയുള്ള ഓക്സൈഡ് അതുപോലെ നിൽക്കുന്നുണ്ടാവും. ദാറ്റ് ഇസ് എ വെരി സ്റ്റേബിൾ കോമ്പൗണ്ട് ദാറ്റ് വിൽ നോട്ട് അണ്ടർഗോ ഡിസോസിയേഷൻ. അപ്പൊ ഈ പറഞ്ഞ കുറവ് കണക്കൂട്ടിയിട്ട് എടുക്കാൻ പറ്റും. എത്ര ഗ്രാം കുറയേണ്ടിയിരുന്നു? 2.5 ഗ്രാം കുറയേണ്ടിയിരുന്നു. എത്ര കുറഞ്ഞു? 2.1 കുറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോഴേ ബാക്കി ആ വ്യത്യാസം എന്തുകൊണ്ടാണ്? അതിൽ നമ്മൾ എടുത്ത 10 മില്ലിഗ്രാമില് 10ഉം എന്തല്ല മെഗ്നീഷ്യം ഓക്സലേറ്റ് അല്ല, അതിൽ കുറച്ച് കണക്കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. കണക്കിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. കുറച്ച് മോളാർ മാസ് വെച്ച് കണക്കൂട്ടാൻ വളരെ എളുപ്പമാണ്. കുറച്ച് എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് നേരത്തെ ഉണ്ട്. ഇനിയിപ്പോ ഇതെന്താണ്? ഇനി കൂടുതൽ ഇങ്ങോട്ട് പോയാല് ഇത് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇത് മെഗ്നീഷ്യം ഓക്സലേറ്റ് ആണ്. ഇത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. മനസ്സിലാണോ പറയുന്നത്? ഇപ്പൊ നമ്മൾ ഏത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്? ഇത് ഡീകമ്പോസ് ചെയ്യുന്നത് മെഗ്നീഷ്യം ഓക്സൈഡും നേരത്തെ ഉണ്ടായിരുന്ന എംപ്യൂരിറ്റി മെഗ്നീഷ്യം ഓക്സൈഡ് കൂടി ചേർന്നിട്ടാണ് ഇത്. അതുകൊണ്ടാണ് ഇത് 7.5 വന്നിരിക്കുന്നത്. അത് ഫുൾ മെഗ്നീഷ്യം ഓക്സലേറ്റ് അല്ല, അതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ് ഫ്രം ദി റിയാക്ഷൻ സ്റ്റോയിച്ചിയോമെട്രീസ്.
നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് റിയേഷൻ നടക്കുന്നത്. ഇത്ര ഗ്രാം എടുത്ത് ഇത്ര ഗ്രാം കിട്ടും. നമ്മൾ നേരത്തെ കാൽസ്യം ഓക്സിജന്റെ കേസ് കണ്ടിട്ടുണ്ട്. CS കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം CaCO3 ഡീകമ്പോസ് എളുപ്പത്തിൽ മനസ്സിലാണ്. CaO + CO2. ഇതിന്റെ മോളിക്കുലർ മാസ് 100 ഇതിന്റെ മോളിക്കുലർ മാസ് 50 ഇതിന്റെ മോളിക്കുലർ മാസ് 44 എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ചൂടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെമ്പറേച്ചറിൽ ഈ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചറിൽ എന്താണ് അത് 44% വെയിറ്റ് കുറയണം. മനസ്സിലായില്ലേ? 56% മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം 45% കാർബൺ ഡൈ ഓക്സൈഡ്, 56% കാൽസ്യം ഓക്സൈഡാണ്. 100 എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞു. മനസ്സിലായി? നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 44% കുറയണം. 44 ഇപ്പൊ കാൽസ്യം കാർബണേറ്റിന്റെ കൂടി അതിനേക്കാൾ സ്റ്റേബിളായ വേറൊരു കാർബണേറ്റ് ഉണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റി, ഫോർ എക്സാമ്പിൾ ബേരിയം കാർബണേറ്റ്, അതിന്റെ ഡീകമ്പോസിഷൻ വളരെ ഹൈ ആണ്. അപ്പൊ രണ്ടും കൂടി മിക്സറായിട്ട് വന്നതിൽ അതിൽ എത്ര കാൽസ്യം കാർബണേറ്റ് നമുക്ക് കൃത്യമായി റെസിപ്റ്റ് ചെയ്യാൻ പറ്റും? അത് രണ്ടേ ഉള്ളൂ എങ്കിൽ. If you have a mixture of calcium carbonate and if it is contaminated with a little barium carbonate, which is more stable, which will decompose at a higher temperature. ഇതിന്റെ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ 44% കുറയണം. 100 ഉണ്ടെങ്കിൽ 44 കുറയണം. ഇവിടെ കുറയുന്നത് 44 ഇല്ല. ഫോർ എക്സാമ്പിൾ 33 ഉള്ളൂ നേരിട്ടു. അതിന്റെ അർത്ഥം എന്താണ്? ഇത് 75 കണക്കെടുപ്പത്തിന് മനസ്സിലാണെങ്കിൽ 75 ഉള്ളതാണ്. കാരണം 44ന്റെ 70% 33. അപ്പോൾ എന്തുണ്ടാവും? 170%. അപ്പൊ ബാക്കി 20% ആരായിരിക്കും? അത് ബേരിയം കാർബണേറ്റ് ആയിരിക്കും. ഓഫ്കോഴ്സ് കാൽസ്യം കാർബണേറ്റിന്റെ ബേരിയം കാർബണേറ്റ് മിക്സ്ചർ ആണെങ്കിൽ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഇത് വലിയ കുറച്ച് എമൗണ്ട് കൂട്ടി പറഞ്ഞാൽ എത്ര കുറവാണെങ്കിലും കിട്ടേണ്ടതിനേക്കാളും 56 റെസിഡ്യൂ 57 58 കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മറ്റേ കോമ്പൗണ്ട് കുറയല്ല, കൂടുകയ്യ. കാരണം ഡീകമ്പോസ് ചെയ്ത് പോകുന്നത് കുറഞ്ഞു വരും. മനസ്സിലാണെങ്കിൽ so we can see that an impurity present in the sample can easily be ascertained if you know the nature of the impurity and if you are certain that no other impurity is there. രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. കാൽസ്യം ഓക്സൈഡിന്റെ കൂടി മെഗ്നീഷ്യം ഓക്സൈഡ് വന്നു, ഇല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് കൂടി മെഗ്നീഷ്യം കാർബണേറ്റ് വന്നു, അല്ലെങ്കിൽ മെഗ്നീഷ്യം ഓക്സൈഡിന്റെ കൂടി മെഗ്നീഷ്യം ഓക്സൈഡ് വന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അസെപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ രണ്ട് മിക്സ്ചേഴ്സും ഇമ്പ്യൂരിറ്റി ആണോ രണ്ടെണ്ണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. രണ്ടിനും ഡിഫറെന്റ് പാറ്റേൺസ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാം. ഇഫ് പ്യുവർ മിക്സ്ചർ ഓഫ് കാൽസ്യം ഓക്സലേറ്റ് ആൻഡ് മെഗ്നീഷ്യം ഓക്സലേറ്റ്, അതിന് വേറൊന്നുമില്ല, പ്യുവർ ആണ്. ഇത് രണ്ടിന്റെയും പ്രൊപ്പോർഷൻ കണ്ടിട്ട് എത്ര പെർസെന്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു തെർമോഗ്രാം റെക്കോർഡ് ചെയ്താൽ മതി. മറ്റേ നിങ്ങൾ പറയാം എന്താണ് അത് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ഗ്രാവിമെട്രി ചെയ്തിട്ടോ അല്ലെങ്കിൽ വോളിയോമെട്രിക് എസ്റ്റിമേഷൻ ഒന്നും വേണ്ട. ടേക്ക് എ സ്മോൾ സാമ്പിൾ ഓഫ് ദി മിക്സർ ആൻഡ് റെക്കോർഡ് തെർമോഗ്രാം. മനസ്സിലായില്ലേ? And you can see that the decomposition pattern of magnesium oxalate and calcium oxalate are different, and by looking into that difference in weight loss at that particular temperature range we can easily ascertain which one is that. അത് മനസ്സിലാണെങ്കിൽ കാൽസ്യം ഓക്സലേറ്റിന്റെയും മെഗ്നീഷ്യം ഓക്സലേറ്റിന്റെയും ഡീകമ്പോസിഷൻ പാറ്റേൺ ഒന്നല്ല, രണ്ടാണ്. അതിനനുസരിച്ച് ആ ടെമ്പറേച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ടെമ്പറേച്ചറിൽ മെഗ്നീഷ്യം മാത്രമേ ഡീകമ്പോസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ കാൽസ്യം മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് ലോസ് അതുകൊണ്ട് മാത്രം ഉള്ളതായിരിക്കും. മറ്റേ റേഞ്ചിലുണ്ട്, മറ്റേത് കൊണ്ടുണ്ടായി. രണ്ടും ഒരേപോലെ കോയിൻസൈഡ് ചെയ്ത് വന്നാൽ ബുദ്ധിമുട്ടാണ്. കോയിൻസൈഡ് ചെയ്താലും കുഴപ്പമില്ല. ഒരു ഡീകമ്പോസിഷൻ അല്ല, ഏതെങ്കിലും ഒരു റേഞ്ചിൽ ഡീകമ്പോസിഷൻ വ്യത്യാസം ഉണ്ടാവും. കാരണം ഓക്സൈഡായി കാർബണേറ്റായി ഓക്സൈഡ് അങ്ങനെ പോകുമ്പോൾ എവിടെയെങ്കിലും വ്യത്യാസങ്ങൾ, ആ വ്യത്യാസം നോക്കിയാൽ മനസ്സിലാകും എത്രത്തോളം. മനസ്സിലായില്ലേ? ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഒരു സാമ്പിൾ കണ്ടെയ്നിങ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് ബേരിയം കാർബണേറ്റ് or say magnesium carbonate, magnesium carbonate and barium carbonate. Magnesium carbonate easily decomposes into magnesium oxide and carbonate. Magnesium calcium carbonate. And barium carbonate decomposes at a much higher temperature into barium oxide and carbon dioxide. This is at a higher temperature. This is at a lower temperature. നമുക്ക് രണ്ടിനും മിക്സ്ചർ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു 10 മില്ലിഗ്രാം എടുത്തിട്ട് അതിന്റെ തെർമോഗ്രാം റെക്കോർഡ് ചെയ്തിട്ട് take only 10 milligram of this mixture of a calcium carbonate and barium carbonate. You can see that
ഉണ്ടാവില്ല. കാർബണേറ്റ് ഓഫ് മെർക്കുറി